ഒരു തോട്ടത്തിന് നല്ല രീതിയിൽ ചിമ്പടിക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ്, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ജലലഭ്യത, അതിനുള്ള കറക്റ്റായിട്ടുള്ള വളം, അതേപോലെ നല്ല രീതിയിലുള്ള വേര് സംരക്ഷണം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്പടിക്കാനുള്ള ഒരു നല്ല കോമ്പിനേഷൻ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. കുറച്ച് ദിവസം മുന്നേ നമ്മൾ MAP പ്ലസ് SOP ഒരു കോമ്പിനേഷൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടെ വേനലാകുമ്പോഴത്തേക്ക് ഒരു 10-15 ദിവസം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. എന്നുവെച്ചാൽ വേനലിൽ ഒരു പാരമ്യത്തിലാണ് നമ്മൾ സാധാരണ ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അഗ്രിസെൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പൊട്ടാസ്യം ഷോണേറ്റ്, അതേപോലെ തന്നെ വനിത എന്ന് പറയുന്ന ബ്രാൻഡിന്റെ യൂറിയ ഫോസ്ഫേറ്റ്, അതേപോലെ തന്നെ വനിതയുടെ ഹ്യൂമിക് പ്ലസ് വൾവിക്കിന്റെ കോമ്പിനേഷൻ. അപ്പൊ ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ യൂറിയ ഫോസ്ഫേറ്റ് അല്ല, ഇത് പൊട്ടാസ്യം ഷോണേറ്റ്. നമ്മളിത് നേരത്തെ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ട് മഹാലാഭം എന്ന് പറഞ്ഞിട്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇത് പ്യുവർലി ഓർഗാനിക് ആയിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആകുന്ന ഒരു പൊട്ടാസ്യം ഷോണേറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, കടൽ വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾക്കുള്ള ബാറ്ററി പ്രൊഡക്ഷന് വേണ്ടി ബ്രോമിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് വേർതിരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പൊട്ടാസ്യം ഷോണേറ്റ് ആണ്. 100% ഓർഗാനിക് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലേബൽ ക്ലെയിം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്കോ ഫ്രണ്ട്ലി എല്ലാ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി, നല്ല റിസൾട്ടും ഉള്ള പ്രോഡക്റ്റ് ആണ്. വളരെ ചീപ്പ് കോസ്റ്റ് ആണ്. ഒരു 2500 രൂപയ്ക്ക് 25 കിലോ അവൈലബിൾ ആകുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ 100% വാട്ടർ സോലിബിലിറ്റി ഉണ്ട്. ഫോളിയറും ചെയ്യാം, നമുക്ക് ട്രെഞ്ചും ചെയ്യാവുന്ന കോമ്പിനേഷൻ ആണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് 23% പൊട്ടാഷ്, അതേപോലെ തന്നെ 11% മഗ്നീഷ്യം വരുന്നുണ്ട്. ഇതിന് 17% സൾഫറും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് പൊട്ടാസ്യം ഷോണേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ പൊട്ടാസ്യം ഷോണേറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു നമ്മൾ യൂറിയ ഫോസ്ഫേറ്റിലേക്ക് പോവാണ്. അപ്പൊ യൂറിയ ഫോസ്ഫേറ്റ് നമ്മൾ പണ്ട് തൊട്ട് ഏലത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. മെയിൻ ആയിട്ടും വേനൽക്കാലങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. അതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറിയ ഫോസ്ഫേറ്റിന്റെ pH ഭയങ്കര ലോ ആണ്. 2.2 അല്ലെങ്കിൽ 3 ഒക്കെ വരുന്ന രീതിയിലാണ് pH വരുന്നത്. അപ്പം അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഫോസ്ഫറസിന്റെ അപ്ടേക്ക് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ലോ pHലാണ് ഫോസ്ഫറസിന്റെ അപ്ടേക്ക് കൂടുതൽ നടക്കുന്നത്. അപ്പം ചെടികൾ ഫോസ്ഫറസ് പൊതുവെ വലിച്ചെടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മൂലമാണ്. ഫോസ്ഫറസ് നല്ലപോലെ കിട്ടിയാലേ റൂട്ടിങ്ങും ചിമ്പടിയൊക്കെ നല്ലപോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലോ pHലാണ് ഫോസ്ഫറസ് നല്ലപോലെ എടുക്കുന്നതുകൊണ്ട് ഈ ഒരു വളം ഫോസ്ഫറസ് കൂടുതൽ എടുക്കാൻ വേണ്ടി ലോ pHലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വളം തന്നെയല്ല, നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോമ്പോടെ ഹക്കാഫോസ് നോക്കിയാലും അത് ലോ pHലാണ്. എന്നിട്ട് അതിനകത്ത് ഫോസ്ഫറസ് കൈയാണ്, അതിന്റെ ഒരു അപ്ടേക്ക് കൂട്ടാനായിട്ടാണ് ഫോസ്ഫറസിന്റെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് ലോ pHൽ നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ലോ pH ആയതുകൊണ്ട് നമുക്ക് മഴക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നൈട്രജന്റെ അളവ് വളരെ കൂടുതലാണ് ഇതിനകത്ത്, അതുകൊണ്ടും മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല വേനൽക്കാലങ്ങളിൽ കൊടുക്കാൻ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് യൂറിയ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ട്രെഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ട്രെഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചിമ്പടി കൂട്ടുക. നമുക്കറിയാം ഫോസ്ഫറസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റൂട്ടിംഗ് ഉണ്ടാകും. റൂട്ടിംഗ് ഉണ്ടാകുമ്പോൾ തന്നെ ചിമ്പടിക്കാനുള്ള ടെൻഡൻസി ചെടി കാണിച്ചു തുടങ്ങും. ഈ ഫോസ്ഫറസ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സെല്ലിന്റെ ഡിവിഷൻ എല്ലാം കൂടി സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷൻ കൂടി പെട്ടെന്ന് ചിമ്പടിക്കാനുള്ള ഒരു രീതിയിലോട്ട് ചെടി മാറും. അതിനുവേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് നല്ല ഹൈ ആയിട്ടുള്ള നൈട്രജൻ കൂടെ വേണം. അതിനുവേണ്ടിയാണ് 17% നൈട്രജൻ കൊടുത്തിരിക്കുന്നത്. 17% നൈട്രജന് 44% ഫോസ്ഫറസ് ആണ് വന്നിരിക്കുന്നത്. പെന്റോ ഓക്സൈഡ് ഫോമിലുള്ള ഫോസ്ഫറസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റുന്നത്, നമുക്ക് ആ മെറ്റീരിയൽ കാണാൻ വേണ്ടി തന്നെ അവരിവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും വെള്ള കളറല്ല, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് ആ മെറ്റീരിയൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ മേടിക്കുന്ന യൂറിയ ഫോസ്ഫേറ്റുകളൊക്കെ നോക്കുമ്പോൾ ഞാനത് ഒത്തിരി കട്ട പിടിച്ചിരിക്കുക, നമുക്ക് തല്ലി പൊട്ടിച്ചൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സാധ്യതയുണ്ട്. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് ശരിക്കും നമ്മുടെ പഞ്ചാരത്തരികൾ പോലെ, നമ്മൾ പഞ്ചസാര എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഓരോരോ തരികളായിട്ട് നമുക്ക് എണ്ണ എടുക്കാവുന്ന പോലെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ 100% വാട്ടർ സോലുബിളും ആണ്, സ്പീഡിൽ സോലുബിളും ആകും വെള്ളത്തിൽ. അങ്ങനെ കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. നമ്മളിവിടെ ഒരു ബ്രാൻഡ് നെയിം ഒക്കെ കിട്ടി നമ്മൾ ഓർക്കും വനിതാഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ എക്സലന്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അങ്ങനെ യൂറിയ ഫോസ്ഫേറ്റിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളിത് പറയുന്നത് ഒരു തള്ളായിട്ട് തോന്നുന്നവർക്ക് ഇത് തന്നെ നമുക്ക് ചെറിയ വിലയിൽ 1 കിലോ മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സോലിബിലിറ്റി ഒക്കെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
നമ്മൾ നമ്മൾ പറയുന്ന ഒരാൾ പറയുന്നത് ഒറ്റയടിക്ക് അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ. അപ്പം ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. 1 കിലോ മേടിച്ച് ട്രയൽ ചെയ്ത് നോക്കുക. അത്രയും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിന്റെ പേരിലും പാക്കിങ്ങിലൊക്കെ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന മഹാരാഷ്ട്ര പോലുള്ള ഗ്രേപ്പ് മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിലൊക്കെ പാക്കിങ് വന്നെങ്കിൽ. ഈ 2 ബ്രാൻഡിന്റെ പ്രശ്നം അതാണ്. നോർത്ത് ഇന്ത്യയിലാണ് അവരുടെ ഒരു മെയിൻ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഡ്രിഫ്റ്റ് കെ. ഇത് വനിതയുടെ തന്നെയാണ്. അവർ ഒരു പ്രീമിയം കാറ്റഗറി പ്രോഡക്റ്റ് എന്ന് പറയാം. ശരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത് ഹ്യൂമിക് പ്ലസ് വൾവിംഗ് ആണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരു 400 രൂപ തൊട്ട് 200 തൊട്ട് 400 രൂപ വരെയൊക്കെ ഹ്യൂമിക് അവൈലബിൾ ആകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹ്യൂമിക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ അടുത്താണ്. 900 സംതിങ് രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. 950 രൂപയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വില. അപ്പം ഇതിന്റെ ഒരു ഡോസേജ് എന്നാലും നമ്മൾ പറയുന്നത് 100 ഗ്രാം കൊടുത്താൽ മതി. നമ്മൾ ഒരു ഹ്യൂമിക്കിന്റെ ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹ്യൂമിക് ആണെങ്കിൽ ശരിക്കും നമ്മളൊരു കുറച്ച് ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്തിട്ട് ഒരു 100 ഗ്രാം അതിന് മേളിലോട്ട് വിടുവാണെങ്കിൽ അത് അലിഞ്ഞ് താഴത്തോട്ട് വരുന്ന സമയം താഴെ വരുമ്പോൾ ഫുൾ അലിഞ്ഞ് കിട്ടണം. അത്രത്തോളം സോലുബിലിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. ഇതിൻ്റെ ഒരു സോലുബിലിറ്റി ടെസ്റ്റ് ഒക്കെ നമ്മളെ വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. അതേപോലെ റിസൾട്ടും ഉള്ളൊരു പ്രോഡക്റ്റാണ്. ശരിക്കും നമുക്ക് ഹ്യൂമിക്ക് നമ്മുടെ മണ്ണിലോട്ട് നമ്മൾ പല ഹ്യൂമിക്കുകളും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റൂട്ട് നമുക്ക് ചീഞ്ഞ് പോയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ഹ്യൂമിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഈ ഹ്യൂമിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ pH ഒന്ന് ബാലൻസ് ആകുന്ന പോലെ, അതേപോലെ അതിന് നല്ല രീതിയിൽ റൂട്ടിങ് ഉണ്ടാകുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഭയങ്കര പെർസെൻറ്റേജിലൊന്നും 99% ഹ്യൂമിക് ഒന്നും ഇതിനകത്തില്ല. 50% ഉള്ളൂ. പക്ഷേ ഈ 50% നല്ല രീതിയിൽ മണ്ണിൽ വർക്കൗട്ട് ആകുന്നുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അത്രയ്ക്കും സോലുബിലിറ്റി, അത്രയ്ക്കും റിസൾട്ട് ഉണ്ട്. നമ്മൾ മണ്ണിൽ ഡ്രെഞ്ച് ചെയ്തിട്ട് അതിൽ ആ ഒരു 6-7 ദിവസം എടുത്തതാണ് അതിൻ്റെ റൂട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം ലാസ്റ്റായിട്ട്. അപ്പം അത്രയ്ക്കും റിസൾട്ട് ഒരു പ്രോഡക്റ്റാണ് ഇത്. പൊട്ടാസ്യം ഹ്യൂമേറ്റ് ആണ്. പൊട്ടാസ്യം ഹ്യൂമേറ്റ് പ്ലസ് ഫൾവിക് ആസിഡ് ആണ് വരുന്നത്. നല്ല റിസൾട്ട് ഉള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും നമുക്കറിയാം നമ്മൾ ഫോസ്ഫറസ് പ്ലസ് നൈട്രജന് വേരുണ്ടാകാൻ ചിമ്പടിക്കാനുമായിട്ടുമാണ്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഈ പൊട്ടാസ്യം ഷോണേറ്റ് ആഡ് ചെയ്യുന്നു. പൊട്ടാസ്യം ഷോണേറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ SOP ആഡ് ചെയ്തില്ല, നമുക്കൊരു സംശയമാണ്. SOP ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് 44% ഫോസ്ഫറസിനേക്കാളും കൂടുതൽ പൊട്ടാഷ് ആയി കഴിയുമ്പോഴത്തേക്കും ചെടി ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷനിലോട്ട് പോകും. അതുകൊണ്ട് അതിലും നല്ലത് എപ്പോഴും പൊട്ടാസ്യം ഷോണേറ്റ് ആണ്. 23% ഇതിനകത്ത് പൊട്ടാസ്യം ഉള്ളൂ. അപ്പോൾ 44% ഫോസ്ഫറസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താഴെയാണ് നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് എപ്പോഴും നല്ലത്. അപ്പോൾ യൂറിയ ഫോസ്ഫേറ്റിൻ്റെ കൂടെ എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഷോണേറ്റ് ആണ്. അത് ഈ ഒരു ബ്രാൻഡല്ല, ഏതൊരു ബ്രാൻഡിലാണെങ്കിലും ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നല്ലത്. അപ്പോൾ അതിനൊപ്പം റൂട്ടിങ്ങിനെ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മണ്ണിൻ്റെ എന്താ പറയുക ഓർഗാനിക് കാർബൺ ഒന്ന് റീറ്റെയിൻ ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ മണ്ണിനൊരു ഇളക്കം നിർത്താനായിട്ട്, ഒരു എയറേഷനൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലൊരു ഹ്യൂമിക്കും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂറിയ ഫോസ്ഫേറ്റ് 1 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്, 200 ലിറ്ററിന്. പൊട്ടാസ്യം ഷോണേറ്റ് 1 കിലോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഹ്യൂമിക്ക് ഡ്രിഫ്റ്റ് കെ എന്ന് പറയുന്ന ഹ്യൂമിക്ക് 100 ഗ്രാം. 100 ഗ്രാം നമ്മൾ 100 ഗ്രാമിൽ നിജപ്പെടുത്തുന്നതിന് കാരണം വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. വേണമെങ്കിൽ 200 ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കൂടും. അത് നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം. എത്ര ഗ്രാം വേണമെങ്കിലും കൊടുക്കാം, നല്ല ഹ്യൂമിക് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ എവിടെയൊക്കെ അവൈലബിൾ ആകും, ഇതിൻ്റെ ഒരു ഡോസേജ്, അതേപോലെ ഇതിൻ്റെ വിലയെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനലൊക്കെ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് കൃഷിക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യുക. അതേപോലെയുള്ള വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി പറയുന്നു.